അങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ എന്റെ അടുത്ത് പറയരുതിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് ശരി. അപ്പൊ നാണി അമ്മയെന്ന് വിളിക്കാല്ലേ? അമ്മയെന്നും വിളിക്കാനുള്ള പ്രായമായിട്ടില്ല, ചേച്ചിന്ന് വിളിക്ക്. മോളെന്നാക്കിയാലോ? മോളെന്നല്ലെങ്കിൽ ആന്റി എന്നൊക്കെ വിളിച്ചോ. അത് ശരി. എന്തായാലും നാണി മോളുടെ വീട് ഇത് തന്നെയല്ലേ? നാണി മോളുടെ വീട് ഇതാണ്. അത് ശരി. അപ്പൊ ഞാനേ ഒരു ചാനലിൽ നിന്ന് വരുവാ. ചാനലിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഞാനൊരു കാര്യം ചെയ്യാം, മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് പറ്റേ? അയ്യോ, അതൊന്നും ആവശ്യമില്ല. ഇത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാം, പക്ഷെ മേത്തോട്ടുള്ള ഇടപാട് കാര്യങ്ങളൊന്നും വേണ്ട. അയ്യോ ചേച്ചി, അങ്ങനെയല്ല, ഒരു അഭിമുഖ സംഭാഷണമാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, ചേച്ചി ഉത്തരങ്ങളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞോ? മനസ്സിലായോ? അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഏതായാലും ഒരുപാട് ഇതിലൂടെ എന്താണ് കുടുംബശ്രീ അവാർഡ് എനിക്ക് കിട്ടിയാണല്ലോ അല്ലേ? അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അമ്മ എന്ത് പറഞ്ഞാലും ഫലിക്കും, നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും ഫലിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ രഹസ്യം? ഞാൻ നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും. ഫലിക്കുമല്ലേ? കരിനാക്കാണ്. അതല്ല, എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ഫലിക്കും. അങ്ങനെയൊക്കെ പറയരുതിട്ട്. അത് ശരി. ഇതിനൊരു ഉദാഹരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് എന്റെ മൂത്ത മോന് പിള്ളേരില്ല. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോനൊരു കുഞ്ഞിക്കാല് കാണണേന്ന് പറഞ്ഞു. അത് ശരി. പിറ്റേ വർഷം എന്റെ മരുമോള് പ്രസവിച്ചു. കുട്ടിയാണോ പെണ്ണോ? ഒരു കുഞ്ഞിക്കാല് മാത്രം. അതുപോലെ വേറൊരു സംഭവം, അതിൽ ഇളയ മോൻ ശബരിമല പോകാനായിട്ട് പിള്ളേരും മക്കളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി അയ്യപ്പ സ്വാമി എന്നും പറഞ്ഞ് നിക്കണ സമയത്ത് ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കളൊന്നും വരുത്തല്ലേ, ഇതേവരെ 10 വർഷമായി പോയിട്ട്. അതുപോലെ നിന്നെ നെഞ്ചത്ത് കൈവപ്പിക്കരുത്. ഒരു നിലയിലാക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ഇതിനു മുമ്പ് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്? ഞാൻ ശബരിമലക്ക് പോയിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാൻ കരിമല ഇറങ്ങി വരുമ്പോ എന്റെ മുമ്പിൽ ഒരു 100 പുലി ഇങ്ങനെ ബാന്നും പറഞ്ഞു വായം പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. നോണ പറയരുത് കേട്ടോ. എടാ ഞാൻ പറയണ അങ്ങോട്ട് കേക്ക്, തോക്കി കയറി വടി വെക്കാണ്ട്. എടാ ഞാൻ കരിമല ഇറങ്ങി വന്നി, എന്റെ മുമ്പിൽ ഒരു 25 പുലി ബാന്നും പറഞ്ഞിങ്ങനെ നോക്കി നിക്കണ്. ഞാൻ ഒരു കാര്യം, ഞാൻ TV പരിപാടിയാണ്, നോണ വിളിച്ച് പറയരുത്. ഞാൻ അങ്ങോട്ട് പറയണ അങ്ങോട്ട് കേക്ക്. ഞാൻ കരിമല ഇറങ്ങി വന്നി, എന്റെ മുമ്പിൽ ഒരു പുലിയാണോ ഇരിയാണെന്ന് അറിഞ്ഞൂടാ, ഒരു ഇല കടന്നാനുണ്ടായിരുന്നു. അത് ശരി. അതൊക്കെ പോട്ടെ. ചേച്ചി, പുറത്തൊരാൾ വന്ന് നിൽക്കണ്ടായിരുന്നു, എന്റെ കാശ് കൊടുക്കാനുണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞ കേട്ടല്ലോ? പേരൊന്നും പറഞ്ഞില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാശ് കൊടുക്കണാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ഈ മരുമോളിനെ എന്തോ ചൂലിനടിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ, എന്നിട്ട് അവസാനം എന്തായി? മാപ്പ് പറഞ്ഞ? മാപ്പ് പറയാനൊന്നും നേരം കിട്ടിയില്ല. അതിനു മുമ്പ് ആംബുലൻസ് വന്ന് എന്നാ ചൂത്തിലോട്ട് വിട്ടു. കരയിലെ പ്രശ്നം ഉണ്ടാക്കില്ല, ക്യാമറ ഒക്കെ ഇരിക്കുന്നു കേട്ടോ, TV പരിപാടിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ മരുമോളെ കണ്ടായിരുന്നു. അപ്പൊ മരുമോള് പറഞ്ഞു, മരുമോളോട് മിണ്ടിയിട്ട് 3 വർഷമായി എന്ന് പറഞ്ഞു. എന്താ ശരിയാണോ? 3 വർഷമായി മിണ്ടിയിട്ട് അവള് നിർത്തിയിട്ട് വേണ്ട എനിക്ക് എന്തെങ്കിലും മിണ്ടാൻ, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ഗ്യാപ്പ് ഇന്റർവെല്ലിൽ തന്നില്ല. മോനെ അതൊക്കെ പോട്ടെ. മോനെ ഈ അടുത്ത കാലത്ത് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് പറഞ്ഞ കേട്ട്. എടാ, അവന് സർക്കാർ ജോലി ഉണ്ടായിരുന്നാണ്. അവൻ 500 രൂപ കട്ടെന്നും പറഞ്ഞ് ആ സർക്കാർ പിരിച്ചു വിട്ട്. അത് ശരി. അവനപ്പൊ തെളിയിക്കാൻ പാടില്ലായിരുന്നു. 500 രൂപ കട്ടില്ലെന്നും പറഞ്ഞ് തെളിയിക്കാൻ മേലായിരുന്നു. അവൻ തെളിയിക്കണേക്കുമ്പോ സർക്കാർ തെളിയിച്ചില്ലേ? അത് ശരി. പിന്നെ 2 പെമ്മക്കളുണ്ടായിരുന്നല്ല. പെമ്മക്കളുടെ ആരും പറഞ്ഞു നിന്റെ വായിൽ വെള്ളം ഓർണത്? പെമ്മക്കളല്ലേ? എടാ, അവരെ ഞാൻ 2 വീട്ടിലേക്ക് കല്യാണം കഴിക്കാണ്ട് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അയ്യ, അത് പോറായി പോയിട്ടാ. 2 പെമ്മക്കളുണ്ടായിട്ട് 2 വീട്ടിലേക്ക് കല്യാണം കഴിക്കാണ്ട് ഒറ്റ വീട്ടിലേക്ക് കല്യാണം കഴിച്ചേക്കണ. എടാ, 2 കുടുംബം നശിച്ച് നാരായണക്കല്ല ആവണ്ടല്ലോ, അത് അമ്മ ചെയ്തു പോയതാണ്. അത് ശരി. അപ്പൊ ആക്ച്വലി ഇപ്പൊ നാണിത്തള്ള എങ്ങനെയാണ് ജീവിക്കണത്? ഞാൻ 3ആത്തിപ്പണി എടുക്കുമ്പോ അവനൊരു 10 പൈസ എനിക്ക് തരില്ല. അമ്മയെ മുറുക്കാൻ്റെ ആഴ്ച പറഞ്ഞ് തരാറില്ല. ഞാൻ 3ആത്തിപ്പണിക്ക് പോകും. അത് ശരി. ബ്രോക്കർ പണിയുണ്ട്. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടി കൂട്ടി ഇടക്കല് പരിപാടി. എടാ, 3ആത്തിപ്പണി ബ്രോക്കർ പണി. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്റെ പെങ്ങൾക്ക് ഒരു ചെറുക്കന് വേണം. പെങ്ങൾക്ക് പറ്റിയ ചെറുക്കൻ വല്ലവരും കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ജാമ്യം കിട്ടൂല മോനെ. അതല്ല ഉദ്ദേശിച്ചത്, പെങ്ങൾക്ക് പറ്റിയ ചെറുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ശരി. അപ്പൊ ഈ 3ആം പണി നടത്തിയിട്ട് ജീവിക്കാൻ പറ്റുമോ? പിന്നെ ജീവിക്കാം. പിന്നെ കന്നുകാലി ഇടപാടുകളുണ്ട്. കന്നുകാലി കൊടുക്കല് വാങ്ങല്. കന്നുകാലികളുടെ ഇടപാടുണ്ട്. അതുണ്ട്. അത് ശരി. അപ്പൊ ആളുകളെ മാത്രമല്ല, കന്നുകാലികളെ വഞ്ചിക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഉദാഹരണം ഇപ്പൊ കന്നുകാലി, ആടുമാടുകളെല്ലാം ഉണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോഴോർത്ത് എന്റെ വീട്ടിലേക്ക് ഒരു സിന്ധി പശുവിനെ വേണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പശു ഉണ്ടല്ലോ, അപ്പുറത്ത് 6000 രൂപ വന്നാൽ മതി. 6 മാസം ചേനയുണ്ട്. അപ്പുറത്തുണ്ട് പശുണ്ട്. അത് ശരി. 6000 രൂപ. 6000 രൂപ 6 മാസം ചേനയുണ്ട്. ഞാൻ 6 രൂപ 6000 രൂപ 6 മാസം ചേന. അത് ഇത്തിരി കൂടുതലാണ്. എടാ, 6 മാസം
ചെനയുണ്ട് 6000 രൂപ തന്നാ മതി, നീ അയച്ചിട്ട് പോയി. അത് കൂടുതൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? കുറക്ക് വേണമെങ്കിൽ 2 മാസം ചെന അങ്ങോട്ട് കുറച്ചോ, വേണേ പശുവിനെ തന്നെ അങ്ങോട്ട് കുറച്ചോടാ, കാശ്. എന്റെ പൊന്ന് തള്ള, ഇത് വലിയ കെണിയായി പോയില്ല. അതൊക്കെ പോട്ടെ, ഈ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? ഭർത്താവ് കഞ്ഞിക്ക് വെള്ളം കോരാനായിട്ട് കെറ്റുമ്പക്കത്ത് പോയതാണ്. കെറ്റിന് വക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ആ വക്കറ്റേപ്പടി അങ്ങാട് വീട് അവിടെ കിടന്ന് ചത്ത്. കഞ്ഞിക്ക് വെള്ളം കോരാൻ വേണ്ടി അവിടെ ചെന്നപ്പോ കിണറ്റി വീണ് ചത്തുപോയി. തള്ള എന്ത് കാണിച്ചു? ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം കൊടുത്ത് കഞ്ഞി കുടിച്ചല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, അതൊക്കെ പോട്ടെ. അപ്പൊ നിങ്ങൾ ആകെ മൊത്തം കഷ്ടപ്പാടിലാണ്. കഷ്ടപ്പാടാണ്. ഈ കുടുംബത്തിലെ മൊത്തം പണികൾ ഞാനാണ് എടുക്കണത്. പണികൾ കംപ്ലീറ്റ് ചെയ്യണ തള്ളയാണ്. ആ ദുഷ്ടത്തെ ഒരു 10 പൈസ തരൂല്ല. കുടുംബത്തിലെ പണി മൊത്തം ഞാനാണ് എടുക്കണം. അതുകൊണ്ട് ശരീരം മൊത്തം വേദനയാണ്. കയ്യിന് വേദനയുണ്ട്, കാലിന് വേദനയുണ്ട്, മുതുകിന് വേദനയുണ്ട്, മൂക്കിന് വേദനയുണ്ട്, നെഞ്ചിന് വേദനയുണ്ട്. വയറ്റിലുണ്ടോ? പട്ടി നിന്റെ